ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ സ്ട്രോബെറി പിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നമുക്കൊരു സെൽഫ് പിക്കിംഗ് ഫാമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു വീക്കിൽ 2-3 days അവർ സെൽഫ് പിക്കിങ്ങിനായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇടും. അപ്പോൾ നമ്മളിന്നിപ്പം അങ്ങോട്ട് പോവാണ്. രാവിലെ നല്ല മഴയുണ്ട്, അറിയത്തില്ല, എന്തായാലും ഉച്ചയ്ക്ക് ശേഷം സൺറൈസൊക്കെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് തിരിയാൻ കേട്ടോ. ഇവിടെ നമുക്ക് റൈറ്റ് തിരിഞ്ഞ് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടെ നിന്ന് തിരിഞ്ഞ് പോവാം. ബൈ റോഡ് കയറി ഹൈവേന്ന് ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 3 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ നിന്ന് അടുത്ത റൈറ്റ് യാർവേൻ പാ. നമുക്ക് അവിടെ പോകണം കേട്ടോ. യാർവേൻ പാ ലാഗത്തി റൂട്ടാണ്. ഇവിടെയൊക്കെ നമ്മുടെ മാൻ ക്രോസ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. അതെ, സ്ട്രോബെറിയുടെ ഫാമിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേക്ക് പിക്ക് ചെയ്യാൻ പറ്റിയില്ല, സാധനം തീർന്നു പോയി. അപ്പോൾ ഇപ്രാവശ്യം പ്രതീക്ഷ കൊണ്ട് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ നിന്ന് തിരിയണം കേട്ടോ. ഇവിടെ നിന്ന് തിരിഞ്ഞ് അടുത്ത അവിടെ നിന്ന് ലെഫ്റ്റ്. ഇനി നമുക്ക് 1 കിലോമീറ്റർ ഉള്ളിലോട്ടുണ്ട് കേട്ടോ. വീണ്ടും ഭാഗ്യത്തിന് ഇപ്പൊ ഇച്ചിരി മഴ കുറവുണ്ട്. അവിടെ എങ്ങോട്ടാ? സ്ട്രോബെറി വെച്ചിട്ടുണ്ട്, ഉള്ളിലോട്ട് കേട്ടോ. പൈൻ മരങ്ങൾക്കിടയിൽ കൂടി നട്ടുച്ചയ്ക്ക് ചാറ്റൽ മഴയും കൊണ്ട് നമ്മളിങ്ങനെ പോവാണ്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. അവര് രാവിലെ തുടങ്ങി കേട്ടോ മഴയത്ത്. അപ്പോൾ നമ്മൾ എത്തി, കുട്ടിയും കൊണ്ട് പോകുന്നു. 7 യൂറോയാണ് കാണിച്ചിരിക്കുന്നത് 1 കിലോ. ഇതേ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് ഇതാ മാനസിക തോട്ടം. മാനസിക തോട്ടമാണോ ഫാമാണോ? നല്ല ചെളി കേട്ടോ. അത് അവര് കിട്ടുന്നത് മറ്റേ ചെളിയിൽ ഇടുന്ന, ഇവിടെ പറയുന്ന കുമ്മി സപ്പാത്ത്. എന്നടി റബ്ബർ ഷൂ ഇല്ല, ചോദിച്ചില്ല. അതാ ഇടാൻ പറഞ്ഞു, ചെളിയിട്ടായിരിക്കാൻ. ഇതാണ് ആണോ? എടുത്തിട്ട് ഒരുമിച്ചിട്ട് തന്നാ മതി. അല്ല, ഇതെന്തിട്ട് അതിന്റെ ഇടയിൽ കൂടെ പുല്ല്? ഇത് പൂ. കുക്ക അല്ല, പൂവല്ല, കുക്ക. മഴ ആയതുകൊണ്ടേ കുഴപ്പമില്ല, പക്ഷെ ഇതുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ കാണിച്ച് നമ്മൾ ഇങ്ങനെ എടുക്കുക ലൈവായിട്ട്. അയവാ അന്തസ് സ്ട്രോബെറിക്ക് മധുരമുണ്ട്. മല്ലി തൂക്കി എടുക്ക്. ഏത്? അല്ല, അവിടെ നാച്ചുറൽ ആയതുകൊണ്ടാണ്. ഇത് കുഞ്ഞല്ലേ, വലിപ്പമില്ലാത്ത പോലെ. അതെ, എന്റെ കൂടെ ഒന്നും ആരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് പറിച്ചാണ്. ആ ബാസ്ക്കറ്റ് ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ട് ഒന്നും അധികം വന്നില്ല. എവിടെ തികച്ചും തദ്ദേശീയമായ സാധനം കേട്ടോ. ഇത് തദ്ദേശീയമായ സാധനം.
ഇവിടുന്ന് തന്നെ അല്ല ജ്യൂസ് ജാം യെസ് ബ്രോ കാറില് കയറുമ്പോ ചെരുപ്പിന്ന് കാറ് കഴിച്ചോ ഹലോ ഗൈസ്, നമ്മൾ 2 കൊട്ട നിറച്ച് സ്ട്രോബെറി പറിച്ചിട്ടാണ്. ഇത് വേണമെങ്കിൽ ഷെയ്ക്കോ ജാമോ എന്ത് വേണേലും ഉണ്ടാക്കാം. പക്ഷെ ഞങ്ങൾ വീട്ടിൽ തന്നെ കാണാൻ മുന്നേ എനിക്ക് തോന്നുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. ചിലത് മധുരമാണ്, ചിലത് പുളിയാണ്. നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറിച്ച പഞ്ചക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. മൊത്തം തീർക്കല്ലേ കിച്ചു ഇപ്പൊ തന്നെ? ഇവിടെ എന്തോ പണി നടക്കും കേട്ടോ. എന്താ ചെയ്യും അവിടെ? എന്താണാവോ അവിടെ? മൊത്തമല്ല, ചെറുതായിട്ട് ചെറുതായിട്ട് പീനി പീനി. സൂപ്പർ കേട്ടോ. പുളിപ്പൊന്നുമില്ല, നല്ല മധുരം. മഴ ആയിട്ടാണെന്തോ മധുരം.